നാഷണൽ ഹൈവേ 66-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറ്റിപ്പുറം ടൗൺ മുതൽ ചമ്പ്രവട്ടം ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് നമ്മൾ നോക്കുന്നത്. ഈ ഭാഗങ്ങളിലുള്ള NH 66-ൻ്റെ വർക്കുകളും പുരോഗതികളും മാറ്റങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ കുറ്റിപ്പുറം ടൗണിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ROBയുടെ വർക്കുകളാണ് നടക്കുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെ നല്ല പുരോഗതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇപ്പോൾ മുകളിൽ ഗർഡറുകൾ കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കുകളാണുള്ളത്. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ റോഡ് മെയിൻ ഹൈവേയിൽ നിന്ന് മാറിയിട്ട് വലതുവശം ചേർന്നിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്താണ് അവിടെയൊക്കെ വർക്കുകൾ തുടങ്ങി വെച്ചത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയായിട്ടുള്ള കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ വർക്കിൻ്റെ പിന്നെ പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്കുകളും കുറേ കംപ്ലീറ്റ് ആയി കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇനി ഇപ്പോൾ മുകളിലുള്ള ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ള വർക്കുകളൊക്കെ കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ നമ്മുടെ ഫുൾ ഏറെക്കുറെ മുഴുവൻ ഭാഗവും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് പഴയൊരു ബ്രിഡ്ജാണ് കുറ്റിപ്പുറം ബ്രിഡ്ജ്. ഇനി ഇത് ഭാവിയിൽ ഇത് ഉണ്ടാവുമോ എന്നുള്ളതും അതോ ഇത് എങ്ങനെയാണ് ഈ ഭാഗം വരുന്നത് എന്നുള്ളതൊക്കെ ഒരു ചെറിയ സംശയത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വരുന്നത്. എന്തായാലും ഇതിൻ്റെ ഈ ഭാഗത്തുള്ള വർക്കുകളുടെ പിന്നെ 6 വരി പാതയുടെ ഭാഗങ്ങളുമൊക്കെ അപ്പുറത്തുള്ള ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ ഒരുപാട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് അവിടെ വരാനുള്ളത്. പിന്നെ എന്ന് പറയുന്ന അപ്പോൾ ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വീതി കൂടിയ ബ്രിഡ്ജ് പുഴയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. സംശയമുണ്ട് പെരിയാറാണോന്ന് ചെറിയ സംശയമുണ്ട്. എന്തായാലും അത് കൃത്യമായി അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കുറ്റിപ്പുറം ബ്രിഡ്ജ് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു വാട്ടർ ATM നമ്മൾ കാണാനിടയായി, ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഇതിപ്പോൾ വർക്കിംഗ് അല്ല. 5 രൂപ കൊടുത്താൽ 5 ലിറ്റർ വെള്ളം, ശുദ്ധവെള്ളവും അതുപോലെ തന്നെ 1 രൂപയ്ക്ക് 1 ലിറ്ററും കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ഈ ബ്രിഡ്ജ് വരുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തായിരുന്നല്ലോ ഇതിൻ്റെ പിന്നെ കിണർ കുഴിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയതോട് ആ പുഴയുടെ കിണറിൻ്റെ മൂടിപ്പോവുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെള്ളം എടുക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് മുടങ്ങിക്കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും ഒരു നല്ല പദ്ധതി തന്നെയാണ്. ബാക്കിയുള്ള പല സ്ഥലത്തും ഇങ്ങനത്തെ ഒരു പദ്ധതിയൊക്കെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു 6 മാസം മുമ്പ് ഈ വർക്കുകളൊക്കെ ചെയ്തതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷേ പിന്നെ പൊതുവെ ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഇതൊരു പൊന്നാനി ബൈപ്പാസ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഓൾറെഡി അത്യാവശ്യം പിന്നെ വളവുകളില്ലാതെ സഞ്ചരിക്കുന്ന ഭാഗങ്ങളാണ്. അത്യാവശ്യം വീതിയിൽ തന്നെ കടന്നു പോകുന്ന, അത്യാവശ്യം വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന മലപ്പുറം ജില്ലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഹൈവേ പാതയാണ് ഇത് നിലവിൽ തന്നെ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് സൈഡ് ഭാഗങ്ങളിലൊക്കെ വലിയ ഉയരത്തിലുള്ള രീതിയിൽ താഴ്ത്തിക്കൊണ്ടാണ് ഇവിടെയൊക്കെ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത് ഈ സർവീസ് റോഡ്, ഇവിടെ അടുത്ത് സർവീസ് റോഡ് ഉണ്ടല്ലോ, ഈ ഭാഗത്ത് വരുന്ന സർവീസ് റോഡൊക്കെ വളരെ വീതി കുറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഒരു 3.5 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്ററൊക്കെ വീതി കാണുന്നുള്ളൂ. പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ വളരെ കുറഞ്ഞ ഏരിയ ആണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ 7 മീറ്ററാണ് നമ്മൾ സർവീസ് റോഡ് പൊതുവെ പറയുന്നതെങ്കിലും ചില ഭാഗത്തൊക്കെ നമ്മൾ ചെറുതായ രീതിയിൽ അളന്നു നോക്കിയപ്പോൾ 7 മീറ്റർ കാണുന്നില്ല. പല സ്ഥലത്തും ഒരു 6 മീറ്ററും 6.5 മീറ്ററും ഒക്കെയാണ് കാണുന്നത്. പക്ഷേ മൊത്തത്തിൽ 7 മീറ്റർ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വളരെ കുറഞ്ഞ ഏരിയയിൽ കുറച്ച് ബുദ്ധിമുട്ട് കാരണങ്ങളുള്ള പ്രശ്നങ്ങളായിരിക്കും. എന്തായാലും മെയിൻ 6 വരി പാതയുടെ പിന്നെ വീതിയിലൊന്നും ഒരു കുറവായിട്ടും കാണുന്നില്ല. നമ്മൾ 1-2 സ്ഥലത്ത് അതും അളന്ന് നോക്കിയിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അളന്ന് നോക്കാനുണ്ട്. പിന്നെ ഇവർ പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിടയ്ക്ക് അളന്ന് നോക്കാൻ പറ്റുമല്ലോ. നമ്മുടെ കയ്യിലും ടാപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തുടക്കം, ഈ ബൈപ്പാസിൻ്റെ ഈ ഒരു തുടക്ക ഭാഗത്തൊക്കെ മുഴുവനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് ഭാഗത്തിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. അതുകൊണ്ട് 2 ഭാഗത്തും മണ്ണെടുത്തുകൊണ്ടുള്ള വർക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പല ഭാഗത്തും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒക്കെയാണ് ഒരുപാട് സ്ലോ ആയതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗങ്ങളിലൊക്കെ വന്നപ്പോൾ ഒരുപാട് കരിങ്കല്ലുകൾ പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. പല സൈഡ് ഭാഗങ്ങളിലുള്ള വലിയ
പിന്നെ കരിങ്കൽ ഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ വലിയ കുന്നുകളായിരുന്നു, അതൊക്കെ തകർത്ത് പോയിട്ടുണ്ട്. ഇനി ഇപ്പോൾ സോയിൽ നെയിലിംഗ് വർക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞ് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ അതിന് മാത്രം ഉറപ്പുള്ള ഭാഗങ്ങളല്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള സോയിൽ നെയിലിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചെയ്ത് കാണുന്നുണ്ട്. പല ഭാഗങ്ങളിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഉള്ള വർക്കുകളെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഓൾറെഡി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അത്യാവശ്യം നമ്മൾ പറഞ്ഞ പോലെ അത്യാവശ്യം വീതിയുള്ള ഭാഗങ്ങൾ തന്നെയാണ് ആദ്യം തന്നെ ഉള്ള ഭാഗങ്ങൾ. പിന്നെ എന്ന് പറയുമ്പോൾ വളവുകൾ കുറഞ്ഞ ഏരിയകളാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ അത്യാവശ്യം വളവുകൾ ഇല്ലാത്ത പോകുന്ന ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭാഗം കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പല ഭാഗങ്ങളിലും പിന്നെ ടാറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിവൈഡറും കാര്യങ്ങളും വർക്കുകളും പിന്നെ സൈഡ് വാളും ഒക്കെ ചെയ്തു വെച്ചതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ പല പിന്നെ കട്ടിങ്ങുകളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു ഫിനിഷിംഗ് ആയിട്ടില്ല. എന്നാലും ഇനി ഒരു മൊത്തത്തിലൊരു 60% അല്ലെങ്കിൽ 60% ഒരു 50% വർക്കുകൾ ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനിയുള്ള ബാക്കിയുള്ള വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. എന്തായാലും അത്യാവശ്യം വേഗത്തിൽ തന്നെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്ത് തന്നെ നമ്മൾ ഈ തവനൂർ മുതൽ ഈ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ തവനൂർ മുതൽ നമ്മുടെ ഏകദേശം ഒരു പൊന്നാനി വരെയുള്ള ഭാഗത്തും ഏകദേശം ഒരു സ്ട്രെയിറ്റ് ഹൈവേ ആയിട്ടാണ് ഈ ഭാഗം കടന്നു പോകുന്നത്. അത്യാവശ്യം നല്ല വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇനി കോഴിക്കോട് ബൈപ്പാസൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും അത്യാവശ്യം വേഗതയിൽ തന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന ഏരിയ ആയിരിക്കും കോഴിക്കോട് ബൈപ്പാസൊക്കെ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ബൈപ്പാസ് അതായത് NH66 വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്നൊരു ഏരിയ ആയിരുന്നു ഇത്. ഇപ്പോൾ ഈ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്. കാരണം ഫുൾ സർവീസ് റോഡിലൂടെയാണ്. സർവീസ് റോഡാണെങ്കിൽ പല സ്ഥലത്തും വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ്. ഇപ്പോൾ ഇത് നമ്മുടെ തവനൂരാണ്, തവനൂർ അയങ്കളം ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് കാണുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മെയിൻ ആറുവരിപ്പാതയുടെ വർക്ക് നല്ല വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട്. മറ്റൊരു രീതിയിലാണ്, കുറച്ചും കൂടി ഹൈറ്റ് ഉയർത്തിയിട്ട് സെൻട്രൽ ഭാഗത്തിലൂടെ വാഹനങ്ങളെ കടത്തി വിട്ടുകൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോൾ രണ്ട് ഭാഗവും സർവീസ് റോഡിലേക്ക് കടത്തി വിട്ടുകൊണ്ട് റോഡുകളുടെ വർക്ക് കംപ്ലീറ്റ് ആവാനാണ് പുരോഗമിക്കാനുള്ള ഇതാണ് കാണുന്നത്. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പൊന്നാനി അല്ലെങ്കിൽ ചമ്പ്രവട്ടം ജംഗ്ഷൻ വരെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല പുരോഗതി, ഇവിടുന്ന് അങ്ങോട്ട് ചമ്പ്രവട്ടം ജംഗ്ഷൻ വരെ പോകുമ്പോൾ നല്ല പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു നല്ല ശതമാനം തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വർക്കിൻ്റെ ഇടയിൽ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട ചെറിയ കാഴ്ചയാണ് ഇവിടെ ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ടാറിങ് ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് ഇവിടെ പെട്രോൾ പമ്പിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവർ പമ്പുകാരെന്ന് ചെയ്യുന്ന ചെറിയ ടാറിങ് ആണെന്നാണ് തോന്നുന്നത്. ഇത് NH66 ആളുകൾ ചെയ്തു കൊടുക്കുന്നതല്ല. അപ്പോൾ അതിന് മാത്രം ഉള്ളോട്ടുള്ള ഏരിയ ഒന്നുമല്ല. ഇതൊക്കെ ശരിക്ക് KNRC ചെയ്ത് കൊടുക്കാത്ത എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഇവിടെ ഏറെക്കുറെ രണ്ട് ഭാഗത്തും ഫിനിഷിംഗ് ആയിട്ടുള്ള ലെവലിൽ തന്നെ ഒരുപാട് മുന്നോട്ട് ദൂരെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഏറെക്കുറെ ഫിനിഷിംഗ് ആയിട്ടുള്ള ലെവലിൽ ഒരുപാട് ലോങ്ങിലേക്ക് അങ്ങനെ ചെയ്തു വെച്ചായി കാണുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ അണ്ടർപാസുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾക്കും വേണ്ടിയൊക്കെ പല ഭാഗത്തും റോഡ് ഉയർത്തി പോകുന്നതിന് വേണ്ടിയുള്ള വർക്കുകൾ, അതുപോലെ തന്നെ സൈഡിലുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ പിന്നെ കാണുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു പിന്നെ ബൈപ്പാസ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഭാഗം വന്നതുകൊണ്ട് തന്നെ ആയിരിക്കും കൂടുതലായിട്ടും രണ്ട് ഭാഗത്തും വയൽ പ്രദേശങ്ങളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഇതിൽ കാണുന്നുണ്ട്. വ്യത്യാസം എന്നല്ല, ഒരു മാറ്റം. കൂടുതലായിട്ടും വയൽ പ്രദേശത്തിലൂടെയാണ് ഈ ഒരു ഹൈവേ ഈ ഭാഗമൊക്കെ കടന്നു പോകുന്നത്. ഇത് നരിപ്പറമ്പ് അടുത്താണ്. ഈ ഭാഗത്ത് എന്ന് പറയുമ്പോൾ രണ്ട് അണ്ടർപാസ് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഈ ഭാഗത്തൊക്കെ 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും എല്ലാ സ്ഥലത്തും അണ്ടർപാസുകൾ കാണുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെന്നല്ല, മൊത്തത്തിൽ NH66 എല്ലാ വർക്കുകളിലും നമുക്ക് അങ്ങനത്തെ ഈ അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസ് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പിൽ തന്നെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. പിന്നെ പല സ്ഥലത്തും പിന്നെ സ്ട്രൈക്ക് ചെയ്തിട്ട് ജനങ്ങൾ ശക്തമായിട്ട് സമരം ചെയ്തിട്ടൊക്കെ അത് വാങ്ങിയെടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യമില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് സമരം ചെയ്താലും അത് വിജയിക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ഇതിൻ്റെ ഇടയിലായിട്ടുണ്ട്.
ഈ ഭാഗത്ത് തവനൂർ മുതൽ പൊന്നാനി വരെയുള്ള ഭാഗങ്ങൾ ഏകദേശം ഒരു 10-12 കിലോമീറ്ററോളം ദൂരം വളരെ സ്ട്രെയിറ്റായി കടന്നു പോകുന്ന ഏരിയയാണ്. ഏകദേശം ഒരു സ്കെയിൽ വെച്ചാൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സ്ട്രെയിറ്റായി കടന്നു പോകുന്ന ഏരിയയാണ് തവനൂർ മുതൽ പൊന്നാനി വരെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെറിയൊരു ഷോട്ടിൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ സംസാരം ഉണ്ടായിരുന്നു. ഒരുപാട് ദൂരത്തേക്ക് വളരെ സ്ട്രെയിറ്റായി കടന്നു പോകാൻ പറ്റുന്നൊരു ഭൂപ്രകൃതി നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നല്ലോ. അങ്ങനെ പോകാൻ പറ്റുന്നതിനെക്കുറിച്ച് കേരളം ആലോചിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ആശയം വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അത് കേരളത്തിൽ ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കമൻ്റ് അടിച്ചത്. കൂടുതൽ ആളുകളും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി അനുസരിച്ച് നഷ്ടപരിഹാരം വളരെ കുറഞ്ഞു കൊടുക്കുകയും സ്ഥലം ഏറ്റെടുക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് മെയിനായിട്ടുള്ള ആ ഒരു ആശയത്തിനോട് തന്നെ ആളുകൾക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പ് കാണുന്നത്. അപ്പോൾ നമ്മുടെ രീതിയും ചിന്ത അനുസരിച്ച് ഒരു കോമൺ നഷ്ടപരിഹാരമല്ല. എൻ്റെ വീടിൻ്റെ പുറകുവശത്തു കൂടെ എൻ്റെ വീടിൻ്റെ മുകളിലൂടെ ഹൈവേ കടന്നു പോയിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് മാത്രമേ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ഒഴിവ് വരാനുള്ള സാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ഏതായാലും ഇപ്പോൾ നമ്മൾ ചമ്രോട്ടൻ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചമ്രോട്ടൻ ജംഗ്ഷൻ വരെയുള്ള ഭാഗമാണ്. അപ്പോൾ ചമ്രോട്ടൻ ജംഗ്ഷനിലെ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അത്യാവശ്യം ഇനി ഒരുപാട് വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആവാനുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതുവരെയാണ്. അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.